ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഹസ്ബൻഡ് തിരിച്ച് ഡൽഹിക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വരുന്ന ഓരോരുത്തരെയും കൊണ്ട് പത്രം അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അതേപോലെ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുമായിരുന്നു, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമ്മ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേർ കുഞ്ഞുങ്ങളില്ലാത്തവരാണ്. അവരോട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് അമ്മ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും. അതേപോലെ തന്നെ നേരത്തെ ഞങ്ങൾക്കിങ്ങനെ വിഷമം വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒത്തിരി പുറകോട്ട് പോയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ദൈവം ഒത്തിരി പഠിപ്പിച്ചു. ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തൈറോയിഡിൻ്റെ പ്രശ്നം, ഈ ഹൈപ്പോതൈറോയിഡ്സിൻ്റെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യത്തോടാണ് ഈശോ ഞങ്ങളെ മോളെ തന്ന് അനുഗ്രഹിച്ചത്. ഈശോയെ നന്ദി, ഈശോയെ നോക്കാം. ഈ കാര്യമായിട്ട് പറയാൻ മറന്നുപോയായിരുന്നു. ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ആയിക്കോളും എന്ന്. പക്ഷേ ആകഞ്ഞ കാരണം ഞങ്ങൾ തന്നെ ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് IUI ചെയ്യണമെന്ന് പറഞ്ഞു. IUI ചെയ്തു, പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് ആയില്ല. അത് കഴിഞ്ഞ് ഇവിടെ ജൂണിൽ ഞങ്ങൾ IUI ചെയ്തു. ഒക്ടോബറിൽ ഇവിടെ മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളെ.